വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ഉത്രം ആറാട്ട് മഹോത്സവം ഉത്സവപ്രേമികളുടെ മനം കവർന്നു. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ തെക്കേ മേഖലയിൽ നിന്നും വടക്കേ മേഖലയിൽ നിന്നുമായി പൂരം വരവുണ്ടായി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. മേളവിദഗ്ധൻ പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ അണിനിരന്ന വാദ്യമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് പൊലിമയേകി. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, വർണ്ണമഴ എന്നിവയുമുണ്ടായി. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിൽ മേളം അവതരിപ്പിക്കാനെത്തിയ മേളവിദഗ്ധൻ പെരുവനം സതീശന്മാരാർക്ക് ഉത്സവപ്രേമികളുടെ ഹൃദ്യമായ വരവേൽപ്പ്. ഇന്നത്തെ പൂര ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കേരളത്തിലെ അതിപ്രശസ്തമായ പാഞ്ചാരിമേളത്തിലും പാണ്ടിമേളത്തിലും നാദവിസ്മയം തീർത്തിട്ടുള്ള ശ്രീ പെരുവനം സതീശന്മാരാരും അതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന നാദസ്വര വിദ്വാൻ, നാദസ്വരത്തിൽ നാദബ്രഹ്മം തീർത്തിട്ടുള്ള ശ്രീ പെരുവനം ബാലമുരളിയും നേതൃത്വം നൽകുകയാണ്. ഈ 2 അതുല്യരായ കലാകാരന്മാരെയും ഇന്നത്തെ ഈ ചടങ്ങിൽ വെച്ച് നമ്മൾ ദേവമംഗലം ക്ഷേത്രോത്സവ കമ്മിറ്റിക്ക് വേണ്ടി പൊന്നാട ചാർത്തി ആദരിക്കുകയാണ്. പൊന്നാട അണിയിച്ച് ഉത്സവത്തിമിർപ്പോടെയാണ് സതീശന്മാരാരെയും സംഘത്തെയും മേളപ്രേമികൾ സ്വീകരിച്ചത്. വടക്കൻ മേഖലയ്ക്ക് വേണ്ടി തറയിൽ സുഗതനും തെക്കൻ മേഖലയെ പ്രതിനിധീകരിച്ച് നെല്ലിക്കത്തറ ബൈജുവും മേള കലാകാരന്മാരെ വരവേറ്റു. സർദാർ ദിനാചരണത്തിന്റെ മുന്നോടിയായി CPM, CPI സംഘടനകൾ സംയുക്തമായി കൊടിമര ജാഥ നടത്തി. എടത്തിരുത്തി പൈനൂരിൽ നിന്നാണ് കൊടിമര ജാഥ തുടങ്ങിയത്. CPM നേതാക്കളായ MK ഫൽഗുണൻ, പ്രൊഫസർ KU അരുണൻ, KG സുഖ്ദേവ്, മഞ്ജുള അരുണൻ, രാജൻ പൊറ്റേക്കാട്ട്, PS ഷാഫി, CPI നേതാവ് RK ബദറുദ്ദീൻ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ഈ മാസം 26-ന് എടത്തിരുത്തി കുമ്പളപ്പറമ്പിലാണ് സർദാർ അനുസ്മരണ പരിപാടി നടക്കുക. സെപ്റ്റിക് ടാങ്ക് മാലിന്യം ജനവാസ കേന്ദ്രത്തിൽ തള്ളിയതായി പരാതി. ഏറിയാട് ചൈതന്യ നഗറിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മാലിന്യം ടാങ്കർ ലോറിയിൽ തള്ളിയത്. ഇവിടെയുള്ള പാലത്തിന് മുകളിൽ നിന്നും തോട്ടിലേക്ക് തള്ളുവാനാണ് ശ്രമിച്ചതെങ്കിലും പാലത്തിലും റോഡിലും മാലിന്യം പരന്നൊഴുകിയ നിലയിലാണ്. ഇതുമൂലം ഇതുവഴി യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടി. മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ കൊടുങ്ങല്ലൂർ പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. മതിലകം OLF ഗേൾസ് ഹൈസ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 0480 284 30 23 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.
യന്ത്ര ഊഞ്ഞാലിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. SN പുരം പനങ്ങാട് സ്വദേശി കൊക്കുവായിൽ ബാബുവിന്റെ മകൻ ഷീൻ ബാബുവാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 27-നായിരുന്നു അപകടം നടന്നത്. മതിലകം മുസ്ലിസ് ക്രിസ്മസ് കാർണിവലിനിടെ യന്ത്ര ഊഞ്ഞാലിൽ കയറിയ ഷീൻ ബാബു എണീറ്റ് നിന്നതിനെ തുടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. ചന്ദ്രാപിന്നി അലുവത്തെരുവിനടുത്ത് പള്ളിപ്പറമ്പിൽ പരേതനായ സുലൈമാന്റെ ഭാര്യ ജമീല നിര്യാതയായി 75 വയസ്സായിരുന്നു. കബറടക്കം ബുധനാഴ്ച രാവിലെ 10-ന് ചന്ദ്രാപിന്നി ചിറക്കൽ പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അബ്ദുൽ ഖാദർ, സുബൈദ എന്നിവർ മക്കളും അഹമ്മദ്, ഹാഫിള എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടത്തിരുത്തിയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും കോതപറമ്പ് ആലയിൽ ഗുരുദേവ പ്രതിമയ്ക്ക് നേരെയും ആക്രമണം. മാലിന്യ കൂമ്പാരത്തിലെ നരക ജീവിതത്തിന് അറുതിയായി. പെരിഞ്ഞനത്തെ നളിനിക്കും മകൻ അനുരാജിനും പോലീസ് കെയർ കമ്മിറ്റിയുടെ സാന്ത്വനം. എടവിലങ്ങ് പഞ്ചായത്തിൽ യുവമോർച്ചയുടെ യുവസന്ദേശ സമ്മേളനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.